തലമുറയിൽ വളരെ കഷ്ടപ്പെട്ട അനേക ദൈവദാസന്മാരുടെയും അച്ഛന്മാരുടെയും എന്ന് വേണ്ട സഭകൾ എനിക്കറിയില്ല, യേശുവിന് വേണ്ടി ആത്മാർത്ഥമായി നിന്ന പിതാക്കന്മാരുടെ മക്കൾ ഈ പട്ടണത്തിൽ വീണ്ടും വലിയ വലിയ ബിസിനസ് സംരംഭങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂടെ അവർ ആത്മീയതയ്ക്ക് കൈത്താങ് കൊടുക്കുന്ന രീതിയിൽ ഉള്ള വഴികൾ ഈ പട്ടണത്തിൽ ചെയ്യാൻ പോകുകയാണ്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം വായിച്ച് ഞാൻ POC ബൈബിളിൽ വായിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം, എൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞേ, ഈ വചനം വിശ്വസിക്കുന്നുണ്ടോ? ഇത് ദൈവവചനമായിട്ട് എടുക്കാം, പൗലൂസിന്റെ ഐഡിയ ആയിട്ട് എടുക്കാം, നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കാം. കയ്യെ പിടിച്ച് പറഞ്ഞാട്ട് തോമസ് ഊട്ടിവറിന്റെ പ്രസംഗമായിട്ട് എടുക്കാം. ഇത് ദൈവത്തിന്റെ വചനമായിട്ട് എടുക്കുന്ന എത്ര പേരുണ്ട്? അവർക്കിത് ദൈവവചനമായിരിക്കും. നിങ്ങൾ ഒന്നുകൂടെ കയ്യെ പിടിച്ച് പറഞ്ഞ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം. ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണോ? പിന്നെ ആവശ്യമുള്ളത് എല്ലാം സദാ. ഓർക്കെ പറ. നമ്മുടെ നാട്ടുകാർ പറയുന്ന ഒരു കുന്നിനൊരു കുഴിയുന്ന. കുറച്ചു നാളൊക്കെ പോക്കാ, പിന്നെ താഴ്ച. എന്നാ പരിപാടി ഇവിടെ ഇല്ല. കയ്യെ പിടിച്ച് ഉയർച്ച തന്നെ പ്രാപിക്കുന്നു. ഒന്നുകൂടെ കയ്യെ പിടിച്ച് പറ. നിന്റെ ഗ്രാഫ് ഇങ്ങനെ 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 കയ്യെ പിടിച്ചോടെ. നിന്റെ ഗ്രാഫ് പേപ്പറിൽ നിന്ന് പുറത്ത് ആടിപ്പോകുന്നു. ഈ ആരോ ഇങ്ങനെ അടിച്ചടിച്ച് പേപ്പറിന്റെ അപ്പുറത്ത് പോകും. കയ്യെ പിടിച്ച് പറ. അതാണ് ദൈവം നിനക്ക് ചെയ്യാൻ പോകുന്നത്. നിന്റെ ഉയർച്ച വരയ്ക്കാൻ പറ്റിയ ഗ്രാഫ് പേപ്പറൊന്നും അങ്ങും കണ്ടുപിടിച്ചിട്ടില്ല. അത് യേശുവിന്റെ ഉയർച്ച. കരമടിച്ച വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കൈവെക്കുമ്പോൾ രോഗി സൗഖ്യമാവും. നീ കയറുന്ന വീട്ടിൽ സംഭവം മാറും. നീ ഒരു വീട്ടിൽ കയറിയ ചിറങ്ങുമ്പോൾ വീട്ടുകാർ പറയും, എന്തോ ഒരു മാറ്റം ഇതിനകത്ത് വന്നല്ലോ. കയ്യപ്പിടിച്ചോടെ. ആത്മീയമായി സമ്പന്നനാകണം. മാനസിക ധൈര്യത്തിലും സന്തോഷത്തിലും നീ സമ്പന്നനാകണം. കൊടുക്കണം മറ്റുള്ളവർക്ക് ഒരു നല്ല വാക്ക്. പ്രൈസ് ദി ലോർഡ്. ശാരീരിക ആരോഗ്യത്തിൽ സമ്പന്നനാകണം. നീ രണ്ടുപേരെ ഒന്ന് താങ്ങി എടുക്കാൻ, പെരപ്പുറത്ത് കയറാൻ നിനക്ക് സമ്പന്നനായിരിക്കും. ആരോഗ്യമുണ്ടാകണം. 4, ഭൗതികമായിട്ട് എന്തായിരിക്കണം? സമ്പന്നനാകണം. നമുക്ക് കിട്ടുന്ന ഭൗതിക നന്മകൾ മുഴുവൻ നമുക്കുള്ളതല്ല. ഒരു ഭാഗം എനിക്ക്, എല്ലാവരും പറഞ്ഞേ, ഒരു മേജർ പാർട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം നമ്മുടെ രാജ്യത്തിനെ സേവിക്കാനുള്ളതാണ്. അതാണ് കൈസർക്കുള്ളത് കൈസർക്ക്. കയ്യെ പിടിച്ച് പറയാം, ടാക്സ് കൈസർക്കുള്ളതാണ് കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ അതേ കയറി മാന്തണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ജീവിതം? എൻ്റെ ജീവിതം അനേകർക്ക് ആത്മീയവും ഭൗതികവും അനുഗ്രഹവും എല്ലാം കൊടുക്കുന്നൊരു ജീവിതമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അതാണ് വാസ്തവത്തിൽ നമ്മുടെ കേഴ്സ് ബ്രോക്കൺ ആവുമ്പോൾ അനുഗ്രഹ പൂർത്തി എന്ന് പറയുന്നത്. ഞാൻ എല്ലാവർക്കും അനുഗ്രഹമാകുന്നു. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരനുഗ്രഹമായിരിക്കും. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുവീൻ എന്ന് പറഞ്ഞ വാവുകൊണ്ട് അനുഗ്രഹിക്കുന്ന ബ്രദറെ, അത് പറഞ്ഞ വലിയ വിസ്റ്റുകാർ പഠിച്ചോണ്ട് അത് മതിയല്ലോ. ഇപ്പം ആ കാര്യമല്ല. കയ്യെ പിടിച്ചു പറ. മാവുണ്ട് പറഞ്ഞാൽ പോരാ. സ്വോത്രം ഒരു കവറൊക്കെ ചുരുട്ടി കൈ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ബ്രദർ, അത് പറഞ്ഞപ്പോൾ ഒരു സ്വോത്രക്കുറവ് പോലെ. ഹല്ലേലൂയ. പ്രൈസ് എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ മറ്റൊരാൾക്ക് അനുഗ്രഹമായിരിക്കും. ഒന്ന് പറഞ്ഞ്, ഞാൻ മറ്റൊരാൾക്ക് അനുഗ്രഹമായിരിക്കും. 2 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയാണ്, ഞാൻ രണ്ടാമതും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ഞാൻ ഒരു അനുഗ്രഹമായിരിക്കണം. ഒരു ദൈവിക അനുഗ്രഹം തരുവാൻ ഞാൻ വരുന്നു. എല്ലാവരും പറ, ഞാൻ തരുവാൻ വരുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് തരികയും ചെയ്യും. ഉറക്കെ പറഞ്ഞ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് തരികയും ചെയ്യും. അതായിരിക്കണം നമ്മുടെ ജീവിതം. എല്ലാം അക്യുമുലേറ്റ് ചെയ്യല്ല, എല്ലാം അനേകർക്ക് വാരി വിതറി കൊടുക്കുവാൻ തന്നെ പോലെ നമ്മളെയും ആക്കാൻ കർത്താവ് വിളിച്ചത്. ഈ കേഴ്സ് ബ്രേക്കിംഗ് സെഷനിൽ കേവലം ശാപം പൊട്ടുകല്ല, നിന്നെ ഒരു അനുഗ്രഹമാക്കി നിന്റെ ക്ലാസ്മേറ്റ്സിന്, നിന്റെ സഹവിദ്യാർത്ഥികൾക്ക്, നിന്റെ അധ്യാപകർക്ക്, നിന്റെ അപ്പനും അമ്മയ്ക്കും നീ ഒരു അനുഗ്രഹമാകാൻ പോവാ. കയ്യെ പിടിച്ച് പറ, നീ ഒരു അനുഗ്രഹമാവും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതാണ് ഈ വേദഭാഗത്തിന്റെ അർത്ഥം. നമുക്ക്
ആ ഭാഗം POC ബൈബിളിൽ നിന്ന് വായിച്ച ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉറക്കെ എന്നോട് പറഞ്ഞേ, സദാ സമൃദ്ധിയായി ഉണ്ടാകാനും. അപ്പൊ ദൈവത്തിന്റെ ഹിതം എന്തുവാ? കയ്യെ പിടിച്ച് പറ, ഇതാണ് ദൈവഹിതം എന്ന് പറ. സമൃദ്ധിയാന്ന് അതിനെതിരെ പ്രസംഗിച്ചുകൊള്ളുക. പക്ഷെ പ്രസംഗിക്കുന്ന ആൾക്ക് ചെല്ലു പറയും പണം മാമോനാണ്, അതാ ഇപ്പോൾ ഓരോരുത്തർ പ്രസംഗിക്കുന്നത്. പക്ഷേ ഈ പ്രസംഗിച്ച ആൾക്ക് ഒടുവിൽ പോകാൻ നേരത്ത് കവറിനകത്ത് മാമോനായിട്ട് കൊടുക്കുകയും വേണം. കപടഭക്തി ദൂരെ കളയാൻ പറ. അവിടെ പറയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം. ഒന്നുകൂടെ കയ്യെ പിടിച്ചു വേണം, നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഈ വാക്യം വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? നിന്റെ വീട്ടിൽ ഒന്നിനും കുറവ് വരത്തില്ല. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഉറക്കപ്പാട്. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള ഒരു ഭവനമായിരുന്നു. അന്നും പലപ്പോഴും ഒരു ദാരിദ്ര്യം, ഇല്ലായ്മ പറച്ചില് എന്റെ കൊച്ചിലെ പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ള കാര്യം പറഞ്ഞ് എനിക്ക് പറയാൻ ഒരു നാണക്കേടുമില്ല. നമ്മുടെ പല വീടുകളുടെയും പഴയ ചരിത്രം ഒന്ന് ഓർത്ത്. കർത്താവ് വന്നപ്പോഴാ അല്ലേ 1 തിമോഥെയോസ് 6:17 ഈ ലോകത്തിലെ ധനവാന്മാരോടൊന്നല്ല വാസ്തവത്തിൽ, ചാർജ് ദം ദാറ്റ് ആർ റിച്ച് ഇൻ ദിസ് വേൾഡ്. ഈ ലോകപ്രകാരം ധനമുള്ളവരായ സഭയിലെ വിശ്വാസികളോട് കയ്യൊപ്പിടിച്ചവർ, അന്നത്തെ സഭയിൽ നല്ല ധനവാന്മാരുണ്ടായിരുന്നു പറ, അവരോട് പറയണം ഉന്നത ഭാവം കൂടാതിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല എന്ന് പറഞ്ഞാൽ പണം വരാം പോകാം, അതിൽ നീ ആശ്രയിക്കരുത്. അല്ലേ, നമ്മുടെ ഈ സ്ഥലത്തൊക്കെ വസ്തുവിന് എന്തൊരു വിലയുണ്ടായിരുന്നു. പ്രളയം കഴിഞ്ഞപ്പോൾ വില പോയി അല്ലേ? ഇല്ലേ? നമുക്ക് കുറെ വസ്തു ഉണ്ടെന്ന് നമുക്ക് അഹങ്കരിക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല. നീ അതിൽ ആശ്രയം വെക്കരുത്. കയ്യെ പിടിച്ചോണ്ട് നീ അതിൽ ആശ്രയം വെക്കരുത്. നിങ്ങളോട് ഏവരോടും ഓർപ്പിക്കട്ടെ, നമ്മുടെ ഈ ഓരോ എപ്പിസോഡുകളും നമ്മൾ കാണാനിടയാകുന്നത് അനേക ദൈവമക്കൾ ഓരോ എപ്പിസോഡിനും വേണ്ടി അവർക്ക് അധ്വാനിച്ച് കിട്ടുന്ന പണം യേശു കർത്താവിനെ സ്നേഹിച്ച് ഈ സുവിശേഷം എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിച്ച് ഓരോ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രോഗ്രാമും കർത്താവിനെ സ്നേഹിച്ച മക്കൾ നമുക്ക് വേണ്ടി ഒരുക്കിയതുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഓർപ്പിക്കട്ടെ, നമുക്ക് ഈ ദിവസങ്ങളിൽ സ്പോൺസേഴ്സിനെ ആവശ്യമുണ്ട്. നമ്മുടെ ഇതുവരെയും നമ്മുടെ TV പ്രോഗ്രാം ഒരു നിർബാധം തുടരാൻ കർത്താവ് സഹായിച്ചു. അനേക ദൈവമക്കൾ, നിങ്ങൾക്കറിയാമോ, തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പൈസ കൊണ്ട് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്ത 80ഓളം വയസ്സുള്ള ഒരു അപ്പച്ചൻ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം സ്പോൺസർ ചെയ്യുക, അത് ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പർ സ്പോൺസർ ചെയ്യാനുള്ളവർക്ക് വേണ്ടിയുള്ള നമ്പറാണ്. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഒടുവിൽ നമുക്ക് നമ്പർ കിട്ടും. ഈ നമ്പറിൽ വിളിക്കുക. ഞാനും ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സുവിശേഷത്തിൻ്റെ പങ്കുവഹിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ നമ്പറിൽ വിളിക്കുക. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. നിശ്ചയമില്ലാത്ത ധനത്തിൽ അല്ല, uncertain riches, charge them that are rich in this world that they may not high-minded. ഇച്ചിരി പൈസ വരുമ്പോൾ പിന്നെ വലിയ തലപൊക്കാണ്. കൈ പിടിച്ച ബ്രദറെ ഞങ്ങളെ കണ്ട ഒന്ന് മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പണ്ടൊരു പുള്ളി ഗൾഫിൽ പോയിച്ച് വന്നത് ഈ ബോവിന് മോളിക്കകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ പഠിച്ച ഒരാളെ കണ്ടോ പറയാ, എടാ ഇപ്പോഴും പഴയ ചാക്കോ തന്നെയാണോ നിന്റെ പപ്പ? പുള്ളി ഗൾഫിൽ നിന്ന് കണ്ണാടിയൊക്കെ വെച്ച് വന്നിരിക്കുക. കയ്യെ പിടിച്ച് പറ, അതുകൊണ്ട് ഞങ്ങളൊക്കെ പഴയ ആൾക്കാർ തന്നെയാണ്, വലിയ ഭാവമൊന്നും കാണിക്കരുത്. ഈ വലിയ ഭാവം കാണിച്ച് ഈ പട്ടണം വഴി നടന്നുണ്ടല്ലോ, നിനക്ക് 2 ബിസിനസ്സായെന്ന് പറഞ്ഞ് നാളെ നീ തലയും കുനിച്ചില്ല നടക്കേണ്ടി വരും. ദൈവം തമ്പുരാനെന്ന് നിനക്ക് തോന്നുന്നത്. കയ്യെ പിടിച്ച് പറ, ദൈവം തമ്പുരാനെന്ന്. നീ 2 കെട്ടിടം പണിത ഉടനെ, 2 കാർ വീടിന് മുമ്പിൽ വന്നോടനെ നിനക്കെന്നെ വലിയ തലക്കനം, കൈപിടി നിനക്കെന്നെ വലിയ തലക്കനം എന്ന് ചോദിക്കുക. മര്യാദയ്ക്ക് തലയും കുനിച്ച് നടന്നോണെന്ന് പറ. പ്രൈസ് ദ ലോർഡ്. വലിയ ഭാവമൊന്നും ഇറക്കരുത്. ഇതൊക്കെ ഒന്നിനുമില്ല കേട്ടോ.
ഞാൻ ഈ പ്രസംഗിക്കുന്നുണ്ടല്ലോ, എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഒന്നുമില്ല, നത്തിങ്. സ്വത്രം നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, പിന്നെ നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന കയ്യെ പിടിച്ചു പറ, പൈസ ഉള്ളതുകൊണ്ട് അനുഭവിക്കണമെന്നില്ലെന്ന് പറ. വീട്ടിൽ നിറയെ ഭക്ഷണം ഉണ്ടെങ്കിലും അനുഭവിക്കണമെന്ന് ഇല്ല. സൗഖ്യം കർത്താവ് തരണം. തൊണ്ണയിൽ നിറങ്ങണമെങ്കിൽ സമാധാനം വേണ്ടേ? ജയ്ക്ക് ബ്രദർ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കടഭാരം മുറുകി നിൽക്കുമ്പോൾ വീട്ടിലൊരു വലിയ വലിയ വിരുന്ന് നടക്കുക, ഭയങ്കര കടമ, വിഭവമേറിയ സമൃദ്ധിയേറിയ കാര്യങ്ങൾ മേശയിലിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കൂടെ ഇരിക്കുന്നവരെയൊക്കെ ചിരിച്ചു വർത്താനം പറഞ്ഞ് പലരും രാത്രി കോളിൽ ആ സമയത്ത് വിളിച്ചുകൊണ്ടിരിക്കുക, പൈസ എവിടെ എവിടെ. അദ്ദേഹം പറഞ്ഞു, വളരെ രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് വെറും പേപ്പർ കടിച്ചു തിന്നുന്ന പോലെ എനിക്ക് രുചിയില്ല. പല അസുഖവും വന്നിട്ട് ഒത്തിരി ഉണ്ട്, കണ്ടുകൊണ്ടിരിക്കും. പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ, സ്വത്രം ഒരാൾ 2000 വാഴ വെച്ചു, നാട്ടുകാരെല്ലാം പഴം തിന്നെ. അദ്ദേഹത്തോട് ഡോക്ടർ പറഞ്ഞിരിക്കുക, വാഴമാണം മാത്രം തിന്നാവുള്ളൂ. കയ്യെ പിടിച്ച് പറഞ്ഞ് വല്ലതും കഴിക്കണം ബ്രദറെ. സ്തോത്രം. വേണ്ടേ? അനുഭവിക്കാനല്ലേ ദൈവം തന്നെ. ആമേൻ. അനുഭവിക്കാനെന്നുള്ളത് ചിലയിടത്ത് എഴുതിയിരിക്കുന്നത് ടു എൻജോയ് എന്ന്. എന്താണ്? കയ്യെ പിടിച്ച് പറ, ഭക്ഷണമൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കണം. എങ്ങോട്ടായി ധൃതി പോകുന്നതെന്ന് ചോദിച്ചാൽ പെസക കഴിക്കുന്ന പോലെ തിടുക്കത്തോടെ അങ്ങനെ കഴിക്കാതെ വളരെ ആസ്വദിച്ചൊരു ടൈമൊക്കെ എടുത്ത് വീട്ടുകാരോട് വർത്താനമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം? ചവച്ചരച്ച് നല്ല ബെസ്റ്റായിട്ട് നല്ല നല്ല വാടിച്ച്. എൻ്റെ കഴിപ്പൊക്കെ നിങ്ങളൊന്ന് കാണും, നല്ല വാടിച്ചത്. നല്ല എനിക്കൊരു ധൃതിയില്ല, ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഹല്ലേലൂയ. ചേർന്നൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ദൈവമക്കളെ പോലെ ലോകത്തിൽ ആസ്വദിച്ച് ജീവിക്കുന്ന വേറൊരു കൂട്ടരുമില്ല. കാര്യം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കുടുംബ ജീവിതം ആസ്വദിക്കണം. ഹല്ലേലൂയ. ആത്മീയ ജീവിതം ആസ്വദിക്കണം, ആരാധന ആസ്വദിക്കണം, ഉപവാസ സമയം ആസ്വദിക്കണം, കഴിക്കുന്നത് ആസ്വദിക്കണം. ചില ഉപവസിക്കുന്ന സമയത്ത് കഴിക്കുന്ന കാര്യം ഓർത്തുകൊണ്ടിരിക്കും. കഴിക്കുമ്പോഴല്ല ഉപവസിച്ചില്ലോ എന്ന് കുറ്റബോധത്തിലും ഇരിക്കും. അങ്ങനെയല്ല, കഴിക്കുമ്പോൾ നല്ലപോലെ കഴിക്കണം. കയ്യെ പിടിച്ച് പറഞ്ഞേ, നല്ല സന്തോഷമായിട്ട് കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ച്. ഹല്ലേലൂയ. അത് ഇവിടെ കർത്താവ് തരത്തുള്ളൂ. അതാണ് ഇവിടെ എഴുതി. കർത്താവിന്റെ വരവിനെ നമ്മൾ നോക്കി പാർത്തിരിക്കുമ്പോൾ തന്നെ ഹോട്ടലിൽ മുറിയെടുത്തതുപോലെ നമ്മളിവിടെ ആസ്വദിച്ച് ഇവിടെ ജീവിക്കും. പക്ഷെ നമുക്കറിയാം എൻ്റെ നാഥൻ വേഗം വരാൻ പോവാൻ. കരമടിച്ച് വായു തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ ലോകപ്രകാരം ധനമുള്ളവരോട് ഉന്നത ഭാവം കൂടാതിരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും. ഉറക്കെ പറ, നമുക്ക്. മുമ്പേ വായിച്ച സദാ, കയ്യപ്പിടിച്ച് പറ, സദാ സകലവും. ഇവിടെ ആത്മീയമാണോ ഭൗതികമാണോ പറയുന്നത്? ഭൗതിക കാര്യമാണ് പറയുന്നത് അല്ലേ? പൈസയുടെ കാര്യമല്ലേ പറയുന്നത്? കയ്യപ്പിടിച്ച് പറ ബ്രദറെ, പൈസ എന്ന് തന്നെയാ പറയുന്നത്. നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവെപ്പാനും നന്മ ചെയ്യുവാൻ നിനക്കുള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യണം? അനുഭവിക്കാനും നന്മ ചെയ്യാനും. അതിനാ കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കും. കയ്യെ പിടിച്ചവിടെ നല്ലപോലെ അനുഭവിക്കണം. നിന്റെ നന്മ വേറെ ചിലക്കൂടെ അനുഗ്രഹമാണ്. ഇത് ചെല്ലെങ്ങനെയാന്ന് ചോദിച്ചാൽ പട്ടിയോട്ട് തിന്നത്തുമില്ല, പശുവിനെ തീറ്റിക്കത്തുമില്ല, ആർക്കും കൊടുക്കത്തുമില്ല, സ്വയം അനുഭവിപ്പാൻ ഗതി ഉണ്ടാകത്തുമില്ല. അത് നമുക്ക് പറ്റരുത്. കർത്താവിലൊന്ന് വിട്ടുകൊടുത്തേ. നമ്മുടെ കയ്യിലുള്ള പൈസയെ ദൈവം അനുഗ്രഹിക്കാൻ പോവാ. നിന്റെ ബാങ്കിൽ കിടക്കുന്ന പൈസയെ ദൈവം അനുഗ്രഹിക്കാൻ പോവാ. നിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹ നിറവിനാൽ നിറയ്ക്കാൻ പോവാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. ആശവപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിലാണ് സമ്പന്നരാണ്ട്. നിങ്ങൾക്കിപ്പോ പൈസ ഉള്ളതിൽ സമ്പന്നരാ, ധനവാന്മാരാ. പക്ഷെ സൽപ്രവൃത്തികളിൽ എന്താകണം? സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവൻ. അതാണ് ഒറിജിനൽ ലൈഫ്. കയ്യെ പിടിച്ചു പറ. നീ കൊടുക്കാൻ തുടങ്ങുമ്പോൾ, ഷെയർ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ഒറിജിനൽ ലൈഫ് നിനക്ക് അനുഭവിക്കാം. മാത്രമല്ല നിത്യ ജീവനിലും നിനക്ക് നിക്ഷേപം ഉണ്ടാവും. സാക്ഷാനുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു. ഈ വരും കാലം എന്ന് പറയുന്നത് ഈ ലോക ജീവിതം കഴിഞ്ഞുള്ള ജീവിതത്തിലേക്കും, ഈ ലോക ജീവിതത്തിൽ ഒരു വരും കാലമില്ലേ, ഒരു വാർദ്ധക്യമില്ലേ, ആ സമയത്തേക്ക് ഇപ്പോഴേ കരുതിക്കണമെന്ന് പറ. കയ്യെ പിടിച്ചു പറ.
വരും കാലത്തേക്കുള്ള നിക്ഷേപമാണ് നീ കൊടുക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും കൊടുക്കുന്നവരായി മാറണം. ആത്മീയ കൃപകൾ കൊടുക്കണം, ഒരു നല്ല വാക്ക് കൊടുക്കണം, സമാധാനം കൊടുക്കണം. ഐ ആം എ ഗിവർ. ഉറക്കെ പറഞ്ഞ ഞാൻ കൊടുക്കുന്നവന്. ഒരു പാത്രം തണ്ണീരെങ്കിലും സുവിശേഷത്തിനായി നൽകിയവർ 100 മടങ്ങായി അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങളോടെല്ലാം പറയട്ടെ, ഈ മീറ്റിങ്ങിന് വരുമ്പോൾ എല്ലാം സ്വീകരിക്കാൻ മാത്രം വരരുത്. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. കയ്യൊപ്പിടിച്ചപ്പോൾ എന്തെങ്കിലും എങ്ങനെയൊക്കെ കൊടുക്കാം. ഞാൻ സ്വോത്രകാഴ്ചക്കാരി അല്ലിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഇന്ന് പോയി ഒരാളെ ഫോണിൽ വിളിക്കാം. കഷ്ടത്തിലിരിക്കുന്ന, ശാപത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുത്തേ. ആ മീറ്റിങ്ങിനൊന്ന് വരാൻ പറഞ്ഞേ, അവർ അത്ഭുതമായി വിടുവിക്കപ്പെടും. ഇവിടെ വന്ന ഒരു കസേര പിടിച്ചിടാം. ഇതിനു വേണ്ടി ഇന്ന് രാത്രി പോയി പ്രാർത്ഥിക്കാം. കയ്യെപ്പിടിച്ച് പറഞ്ഞ കൊടുക്കുക. മാത്രമല്ല, അനേക ദൈവമക്കൾ ഇവിടെ കഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ നമുക്കൂടെ ഒരു പങ്ക് കൊടുക്കാം. സാമ്പത്തികമായി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇവിടെ നമുക്ക് തുടങ്ങാം. വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഇനി നമുക്ക് കൊരിന്ത് ലേഖനത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. കൊരിന്ത് ലേഖനത്തിലേക്ക് ഞാൻ POC ബൈബിളിൽ നിന്ന് വായിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം, ഒന്ന് ഉറക്കെ പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ളതെല്ലാം സദാ, ഉറക്കെ പറയൂ, സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ, കൊടുക്കലിൽ എങ്ങനെ ചെയ്യാൻ, ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും. കയ്യപ്പടിച്ചവരുടെ അനുഗ്രഹം എന്ന് പറയുന്ന ഭൗതികത്തിന്റെ കാര്യമാണ് പറയുന്നതെന്ന് പറയും. മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കാൻ പോകുന്നു. കയ്യപ്പടിച്ചവരുടെ എല്ലാ മേഖലയിലും അതാണ് കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹം. ഉറക്കെ പറ, കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹം. സ്വോത്രം, സ്വോത്രം. തോമസ് ഊട്ടി പറഞ്ഞ വീട് സാമ്പത്തികം ഉള്ളപ്പോഴും ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചതാ, ഒത്തിരി പ്രതിസന്ധിയിലൂടെ പോയതാ. എന്നാൽ ഇന്ന് എൻ്റെ ഭവനം ഒരു നിറഞ്ഞ് കവിയുന്ന വീടാണ്. ഞങ്ങൾ ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ്, ഞങ്ങൾ ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന നിങ്ങളുടെ വീട് ഒത്തിരി പേർക്ക് അനുഗ്രഹമുള്ള ഒരു വീടായിരിക്കും. ഒത്തിരി പേർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു വീടായിരിക്കും. ഒത്തിരി പേരുടെ കണ്ണുനീരൊപ്പുന്ന ഒരു വീടായിരിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ വീട് അങ്ങനെ ആകണമെന്ന്? കരമുയർത്തി പ്രാർത്ഥിച്ചോ, കരമുയർത്തി.